നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. പരപ്പനങ്ങാടിക്കാരുടെ ചിരകാല സ്വപ്നമായ ബസ് സ്റ്റാൻഡ് പദ്ധതിയുടെ തടസ്സങ്ങൾ നീക്കാൻ സർവകക്ഷി യോഗം തീരുമാനിച്ചു. ഇനി ആ സ്വപ്ന പദ്ധതി പൂവണിയണമെങ്കിൽ സംസ്ഥാന സർക്കാർ കനിയണം. താനൂർ റോഡിൽ നഗരസഭാ ഓഫീസിന് പുറകിൽ മീൻ മാർക്കറ്റ് പ്രവർത്തിക്കുന്ന സ്ഥലത്താണ് അത്യാധുനിക രീതിയിലുള്ള പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുവാൻ ഭരണസമിതി പദ്ധതി തയ്യാറാക്കിയത്. ഇതിന് നഗരസഭാ ഓഫീസിന് വടക്കുവശത്തുള്ള വില്ലേജ് ഓഫീസ് കെട്ടിടം പൊളിച്ചു മാറ്റേണ്ടി വരും. കെട്ടിടം പൊളിച്ചു മാറ്റാൻ അനുമതി തേടി നഗരസഭ സർക്കാരിനെ സമീപിച്ചിരുന്നെങ്കിലും അനുകൂല മറുപടി ഇതുവരെ ലഭിച്ചിട്ടില്ല. മറ്റു സ്ഥലങ്ങളിലേക്ക് നിരവധി യാത്രാ സൗകര്യമുള്ള പരപ്പനങ്ങാടിയിലെ കൂടുതൽ യാത്രക്കാരും നടുറോഡിലെന്നോണമാണ് ബസ് കാത്തു നിൽക്കുന്നത്. മലപ്പുറം, വേങ്ങര, മഞ്ചേരി, പെരിന്തൽമണ്ണ, കൊണ്ടോട്ടി, കോട്ടക്കൽ, ചെമ്മാട് എന്നീ മേഖലയിലേക്കുള്ള ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതിന് അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ള പരിമിതികളിൽ പൊറുതിമുട്ടുന്ന ഒരു ബസ് സ്റ്റാൻഡ് മാത്രമാണ് നഗരസഭയിൽ ആകെ ഉണ്ടായിരുന്നത്. റെയിൽവേ സ്റ്റേഷന് കിഴക്ക് ഭാഗത്തുള്ള ഈ സ്റ്റാൻഡ് 2.5 വർഷം മുമ്പാണ് നവീകരിച്ച് യാത്രക്കാരുടെ പ്രയാസം ഒരു പരിധിവരെ നീക്കിയത്. ചമ്രവട്ടം പാത തുറന്നതോടെ തിരൂർ, കോഴിക്കോട്, പൊന്നാനി, തൃശൂർ തുടങ്ങിയ ഇടങ്ങളിലേക്കുള്ള KSRTC ഉൾപ്പെടെയുള്ള ദിവസവും 150-ലധികം ബസ്സുകൾ ഇവിടെ വന്നു പോകുന്നുണ്ട്. അതിനാൽ തന്നെ എല്ലാ ബസ്സുകളെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന കൂടുതൽ സൗകര്യമുള്ള ബസ് സ്റ്റാൻഡ് നിർമ്മിക്കണമെന്നതാണ് പൊതുജനങ്ങളുടെ ആവശ്യം. താനൂർ റോഡിൽ നഗരസഭാ ഓഫീസിന് പിറകുവശത്ത് മീൻ മാർക്കറ്റ് പ്രവർത്തിക്കുന്ന സ്ഥലത്തേക്ക് പ്രയാഗ് റോഡിലൂടെ വാഹനങ്ങൾ കയറി നഗരസഭാ കോംപ്ലക്സിന്റെ വടക്കുവശത്തുള്ള വഴിയിലൂടെ പുറത്തേക്ക് പോകുന്ന രീതിയിലാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. എന്നാൽ പുറത്തു കടക്കുന്ന ഭാഗത്താണ് വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഈ കെട്ടിടം പൊളിച്ചു നീക്കിയാൽ മാത്രമേ വാഹനങ്ങൾക്ക് പുറത്തു കടക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിനായി താനൂർ ബീച്ച് റോഡിൽ നഗരസഭയുടെ 5 സെന്റ് സ്ഥലം നൽകാമെന്നും അതിൽ കെട്ടിടം നിർമ്മിച്ചു നൽകാമെന്നും സർക്കാരിനോട് നഗരസഭ പറഞ്ഞിരുന്നു. എന്നാൽ അതിൽ തുടർ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ല. ഇതാണ് സർവകക്ഷി യോഗം വിളിക്കാൻ കാരണമായത്. നിലവിലെ തടസ്സം നീക്കാനായി റവന്യൂ മന്ത്രിയെ KP മജീദ് MLA നേതൃത്വത്തിൽ നേരിട്ട് കാണാൻ പ്രതിനിധി സംഘത്തെ അയക്കുവാനും യോഗത്തിൽ തീരുമാനിച്ചു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ഇതിൻ്റെ പ്രപ്പോസൽ, അതായത് നമ്മൾ നിലവിൽ പരപ്പനങ്ങാടി നഗരസഭയുടെ കോംപ്ലക്സിൻ്റെ പിറകുവശത്തുള്ള നമ്മുടെ മത്സ്യ മാർക്കറ്റിൽ ഈ ഒരു ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം അതിൻ്റെ ആലോചന നടക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രപ്പോസൽ കൗൺസിൽ തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ തൊട്ടടുത്തുള്ള വില്ലേജ് ഓഫീസ് പൊളിക്കാനുള്ള അനുമതിക്കായി കഴിഞ്ഞ 1.5 വർഷക്കാലം മുമ്പ് അനുമതിക്കായി അയക്കുന്നതിന് മുന്നോടിയായി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പേപ്പർ വർക്കുകൾ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തഹസിൽദാർ റിപ്പോർട്ട്, കളക്ടർ റിപ്പോർട്ട്, പിന്നെ അതേപോലെ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും നടപടിക്രമങ്ങളൊക്കെ പാലിച്ചതിന് ശേഷം മന്ത്രിയുടെ മേശപ്പുറത്ത് ഇപ്പോൾ ആ ഫയലുണ്ട്. അപ്പോൾ അത് നേടിയെടുക്കണമെങ്കിൽ പരപ്പനങ്ങാടിയിലെ സർവകക്ഷി പ്രതിനിധികളുടെ യോഗം ചേരുകയും മന്ത്രിയെ നേരിട്ട് കണ്ടുകൊണ്ട് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഈ ഒരു ഫയല് എത്രയും പെട്ടെന്ന് തന്നെ ഒപ്പിട്ടുകൊണ്ട് യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നു വരുന്നത്. നിലവിൽ പരപ്പനങ്ങാടിയിൽ മറ്റൊരു ബസ് സ്റ്റാൻഡുണ്ട്. പക്ഷേ കോഴിക്കോട് താനൂർ റൂട്ടിൽ നമുക്ക് പുതിയ ബസ് സ്റ്റാൻഡ് ആവശ്യം കുറച്ച് വർഷമായി ആവശ്യം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പുതിയ അടുത്ത സ്റ്റെപ്പ് എടുക്കണമെങ്കിൽ വില്ലേജ് ഓഫീസ് പൊളിക്കാൻ അനുമതി കിട്ടിയാൽ മാത്രമാണ് അതിന് DPRും എസ്റ്റിമേറ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുള്ളൂ. എന്തായാലും ഈ ഒരു കൂട്ടായ്മ വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. ഇന്നലെ നടന്ന ചർച്ചയിൽ വലിയ രീതിയിൽ പോസിറ്റീവായ നിർദ്ദേശങ്ങൾ എല്ലാവരും നൽകി. ആ നിർദ്ദേശങ്ങൾ നഗരസഭ പോസിറ്റീവായി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ തീരുമാനം ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത 11-ാം തീയതി ബുധനാഴ്ച റവന്യൂ മന്ത്രിയെ നമ്മുടെ സർവകക്ഷി പ്രതിനിധി സംഘം MLA മുഖേന പോയി കാണാനും ഈ കാര്യങ്ങൾ ധരിപ്പിക്കാനും ഇത് നേടിയെടുക്കാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അടുത്ത 11-ാം തീയതിയാണ് നമ്മൾ MLA മുഖേന മന്ത്രിയെ നേരിട്ട് കാണുന്നത്. അത് വിജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം നഗരസഭാ സമുച്ചയത്തിൽ തന്നെ വില്ലേജ് ഓഫീസ് വേണമെന്നും മറ്റു ദൂര ഇടങ്ങളിലേക്ക് വേണ്ട എന്നാണ് CPM അടക്കമുള്ള ചില കക്ഷി നേതാക്കൾ പറയുന്നത്.
ഇത് യോഗത്തിൽ അംഗീകരിക്കുകയും ചെയ്തു. സർവകക്ഷി യോഗത്തിൽ എല്ലാ കക്ഷികളും ചില നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. പൊതുവായി വന്ന നിർദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നഗരസഭയുടെ തെക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തുമുള്ള സ്ഥലങ്ങൾ അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ്. ആ സ്ഥലം കൂടി അക്വയർ ചെയ്തുകൊണ്ട് ഒരു വിപുലമായ രീതിയിലുള്ള ബസ് സ്റ്റാൻഡ് നിർമ്മിക്കണമെന്നാണ് ആവശ്യപ്പെട്ടുള്ളത്. പക്ഷേ എന്നാൽ അക്വയർ നടപടിയിലേക്ക് നമ്മൾ ഇതിൻ്റെ കൂടെ കടക്കുകയും ബസ് സ്റ്റാൻഡ് നിർമ്മാണം ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരുമിച്ച് ചെയ്യാന്നുള്ള രീതിയിലേക്ക് നമ്മൾ തീരുമാനമെടുത്തിട്ടുണ്ട്. അതിന് കൂടെ നിലവിൽ നമ്മുടെ വില്ലേജ് ഓഫീസ് നിലവിൽ പ്രവർത്തിക്കുന്ന മുനിസിപ്പാലിറ്റി തൊട്ടടുത്താണ്. അപ്പോൾ അത് നിലവിൽ ബീച്ച് റോഡിലെ മുനിസിപ്പാലിറ്റിയുടെ അധീനതയുള്ള ഒരു 5 സെൻറ്റ് സ്ഥലമുണ്ട്. അവിടേക്ക് ആ 5 സെൻറ്റ് സ്ഥലത്ത് വില്ലേജ് ഓഫീസ്, ഒരു ഹൈടെക് വില്ലേജ് ഓഫീസ് എടുക്കാൻ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ തീരുമാനം എടുത്തിരുന്നു. എം എൽ എ ഫണ്ട് ഇതിന് നൽകാമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ അവിടെ വന്ന പൊതുവായ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി തൊട്ടടുത്ത് തന്നെ ആ വില്ലേജ് ഓഫീസ് വരണമെന്നും എന്നാലും അങ്ങോട്ട് മാറ്റേണ്ട എന്നുള്ള ചില നിർദ്ദേശങ്ങൾ വന്നു. അത് നമ്മൾ പോസിറ്റീവ് എടുക്കണം. അതിൻ്റെ പേരിൽ ഒരു തർക്കമുണ്ടായി ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിൽ ഒരു തടസ്സമായി നിൽക്കുന്ന രീതിയിലേക്ക് മാറാതെ ആ നിർദ്ദേശം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് മുനിസിപ്പാലിറ്റിയുടെ തൊട്ടടുത്ത് തന്നെ താഴെ തന്നെ വില്ലേജ് ഓഫീസ് കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു. ആ രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഈ 2 നിർദ്ദേശവും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു.